ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ആയിരിക്കും ഇനി ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ സീരീസിലെ ഫസ്റ്റ് നമ്മളെ സ്റ്റുഡൻസിനൊക്കെ സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കണം. ആദ്യം നമുക്ക് വേണ്ടത് 3 ഡിഫറെന്റ് സൈസിലുള്ള സ്ക്വയറിന്റെ കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതിൽ വലിയ പീസ് 14 സെന്റിമീറ്ററും അതിന്റെ താഴെയുള്ളത് 12 സെന്റിമീറ്ററും അതിന്റെ താഴെയുള്ളത് 10 സെന്റിമീറ്റർ. അങ്ങനെ 3 ടൈപ്പിലുള്ള സ്ക്വയറിന്റെ കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടി കുറവുള്ള കാർഡ്ബോർഡ് പീസ് ആയതുകൊണ്ട് ഈ സെയിം സൈസിലുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് ഓരോന്നിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എടുക്കുന്നത് നല്ല അത്യാവശ്യം കട്ടിയുള്ളതാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ സൈസിലുള്ള കാർഡ്ബോർഡ് പീസിന്റെ മുകളിൽ ഒന്നും കൂടെ വെച്ചിട്ടൊന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പീസും സെപ്പറേറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. നമ്മളെ ഫ്ലാഗിന്റെ കളേഴ്സായ ഗ്രീന്, വൈറ്റ്, ഓറഞ്ച് ഈ കളർ പേപ്പർ കൊണ്ട് നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഏറ്റവും വലിയ പീസ് നമുക്ക്, അതായത് 14 സെന്റിമീറ്ററിന്റെ പീസ് നമുക്ക് ഗ്രീൻ കളർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ പീസ്, അതായത് 12 സെന്റിമീറ്ററിന്റെ പീസ് വൈറ്റ് A4 പേപ്പർ കൊണ്ടും കവർ ചെയ്തിട്ടെടുക്കണം. അതുപോലെ തന്നെ 10 സെന്റിമീറ്ററിന്റെ പീസ് നമുക്ക് ഓറഞ്ച് കളർ പേപ്പർ കൊണ്ടും കവർ ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങളടുത്ത് കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ആക്രിലിക്കിന്റെ കളറ് പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി, അതായാലും ഭംഗിയുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വേഗം എത്തുള്ളൂ. ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഗ്രീന് കവർ ചെയ്തിട്ടുള്ള ബേസ് എടുക്കുക. അതിന്റെ മുകളിലോട്ട് വൈറ്റ് ബേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന്റെ മുകളിലോട്ട് ഓറഞ്ച്, അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് വൈറ്റ് A4 പേപ്പറാണ്. അത് ഞാനിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്കായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പെയിന്റിന്റെ ബ്രഷോ അല്ലെങ്കിൽ റീഫില്ലറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് 6 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളമുള്ളൊരു A4 പേപ്പർ കട്ട് ചെയ്തിട്ടെടുക്കുക. അതിന് നമുക്ക് സെന്ററിൽ വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി ഈ മടക്കി എടുത്തതിന്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രീന് കളർ പേപ്പറും ഓറഞ്ച് കളർ പേപ്പറും ഈക്വൽ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. താഴെയായിട്ട് ഗ്രീനും സെന്ററിൽ വൈറ്റ് A4ന്റെ കളറും അതുപോലെ തന്നെ മുകളിൽ ഓറഞ്ച് കളറും ഇതുപോലത്തെ രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കൽ. നമ്മളെ ഫ്ലാഗ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ, അതുപോലെയാണ് വേണ്ടത്. ഇനി അതിന്റെ സെന്ററിൽ വൈറ്റ് പോർഷനിൽ നമുക്ക് അശോക ചക്രം വരക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ചെറിയ ബോട്ടിലിന്റെ ടോപ്പ് എടുത്തിട്ട് നമുക്ക് അശോക ചക്രത്തിന്റെ റൗണ്ട് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ബ്ലൂ കളർ കൊണ്ട്. ഇനി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കർ എടുക്കുക. അതിനുശേഷം അതിന്റെ 2 എൻഡും നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. ഇനി ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലാഗിന്റെ ഉള്ളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. പുറത്തല്ല ഒട്ടിക്കേണ്ടത്, ഉള്ളിലാണ്. എന്നിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ഫ്ലാഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. ഒരെണ്ണം കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ടും 2 ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഇനി ഈ 2 ഫ്ലാഗും കൂടെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിൽക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേസ് എടുക്കുക. ആ ബേസിൽ നമുക്ക് സെന്ററിൽ 2 അറ്റത്തായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ആ ഹോളിലേക്ക് നമ്മുടെ ഈ ഫ്ലാഗ് ഇറക്കി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.